ഇരിക്കും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഇലക്ഷനൊക്കെ ഇവിടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, തമ്മിലുണ്ടായിട്ടുള്ള വഴക്കുകൾ, ബഹളങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കെട്ടുറപ്പോട് കൂടിയിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഈ വരുന്ന ഇലക്ഷനിൽ ഉറപ്പായിട്ടും നമുക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷവും നമ്മൾ പ്രതിപക്ഷത്തായിരുന്നു. ഇത്തവണ നമുക്ക് ഉറപ്പായിട്ടും പഞ്ചായത്ത് ഭരണം പിടിക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സുധേട്ടനെ ക്ഷണിക്കാം. സഹപ്രവർത്തകരെ, നിങ്ങളെന്തിനാണ് ഈ മരിച്ച വീട്ടിലൊക്കെ ഇരിക്കണ പോലെ? ഭരണം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ല. അതെ, നമ്മൾ തന്നെ അധികാരത്തിൽ വരും. പലർക്കും സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ നമ്മുടെ പാർട്ടി തന്നെ ഭരിക്കും. നമുക്ക് മൊത്തം 20 വാർഡുകളാണ് ഉള്ളത്. അതിൽ 8 വാർഡുകളാണ് ഇപ്പോൾ ജനറലായിട്ട് മത്സരിക്കാനുള്ളത്. അത് പുരുഷന്മാർ അതിനകത്ത് മത്സരിക്കും. ബാക്കി സംവരണമാണ്. പിന്നെ റിസർവേഷനുള്ള സീറ്റുകളും. ഈ പ്രാവശ്യം ഞാൻ മത്സരിക്കുന്നില്ല. കാരണം എൻ്റെ വാർഡ് വനിതാ വാർഡ്. എനിക്ക് പകരം ഞാൻ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച് ഒരു വനിതയെ, അതായത് എൻ്റെ ഭാര്യയെ നിർത്താമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, എനിക്ക് ഭാര്യയില്ല. അവളെന്നെ വിട്ടു പിരിഞ്ഞിട്ട് 7 വർഷമായി. അതുകൊണ്ട് തന്നെ പാർട്ടി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ മത്സരിക്കേണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം. എന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പാർട്ടിയിലുള്ള എല്ലാ ആളുകൾക്കും സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് പാർട്ടി നിർദ്ദേശിക്കുന്ന ആളുകളെ പിന്തുണച്ച് നമ്മൾ ഐക്യത്തോടുകൂടി ഈ ഇലക്ഷനെ നേരിടണമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഭരണത്തിന്റെ നേട്ടങ്ങൾ പ്രകാരം നമ്മൾ തന്നെയായിരിക്കും അടുത്ത 5 വർഷവും പഞ്ചായത്ത് ഭരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റായി മൊയ്തുവിനെ നിർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. ഈ തീരുമാനത്തോടെ എനിക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്തവണ 10 വനിതാ സീറ്റുകളാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഒരു വനിത തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ജനശ്രദ്ധയെ ആകർഷിക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ നമ്മുടെ നാടിന് വരണം. നിലവിൽ മെമ്പറായിട്ടുള്ളവരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരെ ആദ്യം പരിഗണിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് സീറ്റ് കൊടുക്കുന്നതാണല്ലോ നല്ലത്. അതല്ലേ വേണ്ടത്. എന്ത് പെർഫോമൻസ് എന്നാ പറയണ? 5 കൊല്ലം പഞ്ചായത്തിൽ പോയിരുന്ന് തീറ്റയിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ലേ? ഇതാണ് നമ്മുടെ പാർട്ടിയിൽ ഐക്യമില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാര്യം. ഇതാണ് ആയവര് തന്നെ ആവാതെ പുതിയ ആളുകൾ കടന്നു വരട്ടെ. പുതിയ ആൾക്കാരെ പരീക്ഷിക്കുന്നതിലും നമുക്കിപ്പോ വിജയിക്കുന്ന ഉറപ്പുള്ളവരെ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച് പ്രതിപക്ഷത്താണെങ്കിലും നമ്മൾ വിജയിച്ചവരാണല്ലോ, ആ മെമ്പർമാരെ ആദ്യം പരിഗണിക്കണ്ടേ? എന്തിനാണ് അങ്ങനെ പരിഗണിക്കണം? എന്തിനാണ് ഇപ്പൊ ഇവര് മാറുമ്പോ ഇവരുടെ ആളുകൾ തന്നെ, അല്ലെ അവര് തന്നെ നിന്നാൽ പുതിയ ആളുകൾക്ക് വരണ്ടേ? പുതിയ ആളുകൾ കൃത്യമായിട്ടുള്ള പരിഗണന. സത്യമായിട്ട് ഇത് കേൾക്ക്, ഞങ്ങളൊക്കെ പൊതുരംഗത്ത് നിൽക്കണ എന്തെങ്കിലും ആകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനാണ് അമ്പലത്തിലാ പള്ളിയിലാ പോയാ പോരെ? ഞങ്ങൾക്കും മത്സരിക്കണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവണം. ഞാൻ ഈ പ്രസ്ഥാനത്തില് ആദ്യം മുതലേ ഉള്ള ഒരു പ്രവർത്തകനാണ്. എന്നേക്കാൾ പരിചയമുള്ള പാരമ്പര്യമുള്ള നേതാവാണ്. നേതാവല്ല, പ്രവർത്തകനാണ്. സജീവമായി പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതുവരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുണ്ട്. പക്ഷേ ഈ സീനിയോറിറ്റി നമ്മൾ ഇത്രയും പരിചയസമ്പന്നനായൊരു പ്രവർത്തനം ഇരിക്കുമ്പോൾ പാരമ്പര്യം കുറഞ്ഞ മൊയ്തുവിനെ പ്രസിഡന്റ് ആക്കാൻ ഇനിയും എന്നും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. പാർട്ടി നമ്മുടെ പാർട്ടിയല്ലേ ഇത്. പരിഗണിക്കണം. ഇവിടെ പാർട്ടിക്കൊരു നയമുണ്ട്, തീരുമാനമുണ്ട്. അതുപ്രകാരം നടക്കും.
പിന്നെ രാഘവേട്ടൻ. കഴിഞ്ഞ പ്രാവശ്യം സ്വന്തം മണ്ഡലത്തിലെ 3 വോട്ടിനാണ് രാഘവേട്ടൻ ജയിച്ചത്. ഈ പ്രാവശ്യം രാഘവേട്ടന്റെ വാർഡ് പട്ടികജാതി പട്ടികവർഗത്തിന് മാറ്റിവെച്ചിരിക്കുക. അതുകൊണ്ട് അവിടെ സീറ്റും കിട്ടില്ല. പിന്നെ ഈ പഞ്ചായത്തിൽ ഏത് വാർഡിൽ നിന്നാലാണ് രാഘവേട്ടൻ ജയിക്കുക? സ്വന്തം വാർഡിൽ 3 വോട്ട് കിട്ടിയാൽ മറ്റൊരു വാർഡിൽ നിന്നാൽ ജയിക്കൂ. എന്റെ വാർഡിൽ 3 വോട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രസ്ഥാനത്തിന്റെ പരാജയമല്ലേ, പാർട്ടിയുടെ പരാജയമല്ലേ, എന്റെ വ്യക്തിപരമായ പരാജയമല്ലല്ലോ. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. 7ാം വാർഡ് ഇത്തവണ ജനറലാണ്. അവിടെ ഞാൻ മത്സരിക്കും. അല്ല, അത് ലിസ്റ്റിന്റെ പാർട്ടി തീരുമാനിക്കുന്നു. പാർട്ടി തീരുമാനിച്ചോ. പക്ഷെ എന്നെ ഇരിക്കണം തീരുമാനിക്കേണ്ടതല്ല. പണി ഞാൻ വേറെ തരും. ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ 5 വർഷം മെമ്പറായിട്ട് ഇരുന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് ഭരണമില്ലല്ലോ. ഇയാൾ മരിക്കുന്നവരെ മെമ്പർ ആയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടി നാടുമാണ് പുറകോട്ട് പോണത്. ജനങ്ങളാണ് ജയിപ്പിക്കുന്നത്. അത് തന്നെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പാർട്ടിയിൽ നിൽക്കണോണ്ടാ ജനങ്ങളെ ജയിപ്പിക്കണം. വിചാരിക്കും പോലെ നിസ്സാര കാര്യമില്ല. ഒരു പ്രാവശ്യം പോലും വെറുതെ ബഹളത്തിലേക്ക് പോകരുത്. വെറുതെ ബഹളത്തിലേക്ക് പോകണ്ട. നമുക്ക് ശാന്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാവുന്നേ. എന്റെ വാർഡ് ഇപ്രാവശ്യം സ്ത്രീ സംവരണ വാർഡാണല്ലോ. ഇപ്പൊ എനിക്ക് ഇപ്രാവശ്യം എവിടെയെങ്കിലും ഒരു സീറ്റ് തരണം. എന്താ വെച്ചാല് ഞാൻ ഈ ഒരു 17 വയസ്സ് മുതൽ കൊടിയും പിടിച്ചിറങ്ങിയ പിന്നെ ഏതൊരു ജാഥാ പരിപാടി കഴിയുമ്പോൾ വണ്ടീൻ്റെ പൈസ കൊടുക്കും, മൈക്കിൻ്റെ പൈസ കൊടുക്കും, ഓള കഴുത്തിൽ കമ്മല്, പിള്ളേരെ പിന്നെ മോതിരെല്ലാം പണയം വെച്ചിട്ടു വിറ്റിട്ടു ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് പാതിരാക്ക പോരെത്തുമ്പോൾ അമ്മ ചോറ് വെള്ളത്തിലിട്ടിട്ടുണ്ടാകും. കപ്പയും ചുട്ട് നിന്നിട്ട് നമ്മൾ അങ്ങാടിയിൽ നിന്ന് പോയ ദിവസങ്ങളുണ്ട്. അപ്പോൾ മൊയ്തൂക്കാനെല്ലാം പ്രസിഡന്റ് ആക്കുമ്പോൾ നമ്മൾ യുവാക്കൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിൻ്റെ ഒരു ശരി ഇലക്ഷന് വേറെ സീറ്റ് വേണം. അതെ. ഇപ്പോൾ സ്തുതിരിക്കും. ഇല്ലായ്മയിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വളർന്നു വന്ന സ്തുതിക്ക് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷന് സീറ്റ് കിട്ടിയില്ലേ? മെമ്പറായില്ലേ? മെമ്പറായി 2 വർഷത്തിന്റെ ഉള്ളിൽ സ്തുതി കാറെടുത്തില്ലേ? 3 വർഷം കഴിഞ്ഞപ്പോ സ്തുതി വീട് വെച്ചില്ലേ? പിന്നെ 2 വർഷം സ്തുതി എന്തൊക്കെ സംഭവിച്ചു? സുധിയെ, ഇനിയെങ്കിലും ആ ചോറ് വെള്ളത്തിലിട്ട കണക്കും കപ്പ് പറയരുത്. അവസ്ഥ ഒന്ന് മനസ്സിലാക്കും. ഇപ്പൊ എനിക്കൊരു വില ഉണ്ട്, ആ വില കൊണ്ട് കളയരുത്. മൊയ്തു പറഞ്ഞു ശരിയാ. ഇപ്പൊ ഒരു സ്ഥലത്ത് ചെന്നിട്ട് കഞ്ഞിക്കില്ലാത്ത കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തന്റെ അവസ്ഥ വെച്ച് 5 കൊല്ലം കൊണ്ട് താൻ ഉണ്ടാക്കിയതൊക്കെ ജനങ്ങൾ അറിയും. ഇന്ന് വരെ ഒരു മുട്ടസൂചി വേണമെന്ന് ഞാൻ ചോദിച്ചാ. എന്തേ മുട്ടസൂചി വേണോ? സത്യം മുട്ടസൂചി അല്ല വേണ്ടത്. എനക്ക് മത്സരിക്കണം. പാർട്ടി കൊണ്ടിതാ ജയിലിൽ കിടന്നിട്ട്, റെയിൽവേ സ്റ്റേഷൻ കിടന്നിട്ട്, ഗ്രൗണ്ടിൽ കിടന്നിട്ട്, പാർട്ടി ഓഫീസിൽ കിടന്നിട്ട്, സ്വന്തം വീട്ടിൽ കിടന്നിട്ടാ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തായി. അതുകൊണ്ട് ഇത്തവണ സത്യേട്ടൻ അറിയാലോ, എനിക്ക് ഇല്ലാത്ത സൂക്കേടില്ല. അൾസർ, പ്രഷർ, ഷുഗർ, ക്യാൻസർ, എന്ന് പറഞ്ഞ എല്ലാ സൂക്കേടും ഉണ്ട്. അവസാനത്തെ ഒരു ആഗ്രഹമാണ്, ഉണ്ണിയുടെ ഒരു അവസാനത്തെ ആഗ്രഹം സാധിച്ചായിരുന്നു സത്യേട്ടാ. എല്ലാവരും പിന്തുണയുണ്ട്. ഒരു പിന്തുണയില്ല. എന്താന്ന് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുക. ഉണ്ണി അർഹതപ്പെട്ട ആളാണ്. പക്ഷേ അയാൾ തന്നെ പറഞ്ഞ അയാൾക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ലാന്ന്. ഇയാൾ 5 കൊല്ലം തികക്കൂല. 2-3 കൊല്ലം കഴിഞ്ഞ അയാൾ ചത്തുപോയാൽ പിന്നെ അവിടെ ബൈ ഇലക്ഷൻ വരും. അത് പാർട്ടിക്ക് ക്ഷീണമാവും. അതുമല്ല, ഇയാളുടെ നോമിനേഷൻ കൊടുത്താൽ തള്ളിപ്പോവും. മുഴുവൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് റവന്യൂ റിക്കവറി നേരിടുന്ന ആളാണ്. അപ്പൊ ഉണ്ണിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 5 വർഷം ഞാൻ പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ ഇരിക്കുമ്പോ ശക്തനായ പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്ന നേതാവ് സത്യശീലന് മത്സരിക്കാൻ പറ്റാണ്ട് മണ്ടോദരിയാണ് മത്സരിച്ചത്, അവിടെ വനിതാ വാർഡായതുകൊണ്ട്. എന്നാൽ ഈ വർഷം സത്യശീലന്റെ വാർഡ് ജനറൽ വാർഡാണ്. അപ്പോൾ വീണ്ടും അവിടെ സത്യശീലൻ മത്സരിച്ച് പ്രതിപക്ഷ നേതാവായാൽ നന്നായി വേർക്കേണ്ടി വരും. എന്തായാലും അവർ പ്രതിപക്ഷത്തിരിക്കാനേ പോകുന്നുള്ളൂ. അത്തരത്തിലൊരു ഭരണമാണ് നമ്മൾ കാഴ്ചവെച്ചത്. തുടർ ഭരണം നിലനിർത്താൻ എല്ലാവരും അരമുറുക്കി കച്ചകെട്ടി ഇറങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ. പാർട്ടി നിർദ്ദേശിക്കുന്ന ലിസ്റ്റ് ഉണ്ട്, നമുക്ക് അത് വായിക്കാം, എന്നിട്ട് പാസ്സാക്കാം. അല്ല, നമുക്ക് ഇവിടെ നിന്ന് ഒരു ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഒരു ധാരണ ലിസ്റ്റ് ഉണ്ടാക്കാമല്ലോ. 7ാം വാർഡ് ഒഴിച്ചിട്ട് ഇപ്പൊ സത്യേട്ടൻ പറഞ്ഞില്ല പാർട്ടി തീരുമാനിക്കുന്നു. 7ാം വാർഡിലെ പാർട്ടി എന്റെ പേര് തീരുമാനിച്ചു. എനിക്കതിൽ വേറെ എതിർപ്പൊന്നുമില്ല കേട്ടാ. എന്റെ ലോണ് പാർട്ടി തീരുമാനിച്ചാൽ മതിയല്ലോ. അതല്ല, 10-15 കൊല്ലം അവിടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ട്. പ്യാരിയുടെ കാര്യം പാർട്ടി പ്രത്യേകം ചർച്ച ചെയ്തിട്ടുണ്ട്. പ്യാരിയെ തന്നെ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ വെച്ചാൽ ഒരു സഹതാപ തരംഗവും അതുമല്ല സത്യം, ഞാൻ 15 കൊല്ലം അവിടെ കിടന്ന് പണിയെടുത്തില്ല. കഴിഞ്ഞ തവണ സംവരണം, അതിനു മുമ്പ് വനിത, 10-25 വയസ്സായി ഒന്ന് നിൽക്കാൻ ആഗ്രഹിക്കും. ഇനി ഇത്തവണ ഞാൻ ഓർമ്മിപ്പിക്കാം, ഭരണത്തിൽ കയറി കഴിഞ്ഞിട്ട് 5 കൊല്ലം ഇരുന്ന് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പുട്ട് തിന്നാന്നുള്ളതാണെങ്കിൽ നടക്കൂല. അതൊക്കെ പോയി. ജനങ്ങൾക്ക് ബുദ്ധി വന്ന് അവരൊന്നിനും സമ്മതിക്കൂല. പറഞ്ഞപ്പോ സംസാരിച്ച് വന്നപ്പോ പ്യാരി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. അതെ, വാർഡ് 7
പിന്നെ പ്യാരയുടെ പേര് തന്നെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് കേട്ടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാം. 1-ാം വാർഡിലെ ശേഖരൻ നായർ. എന്താണ്? അല്ല അത് നമുക്ക് വായിക്കാം, എന്നിട്ട് നമുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷൻ ആവാം. അടുത്ത വർഷവും പ്രതിപക്ഷത്ത് ഇരിക്കാനുള്ളതാണ് ഉദ്ദേശം. പ്രതിപക്ഷത്ത് തന്നെ സ്ഥിരമായിട്ട് ഇരിക്കാനാണ് ഉദ്ദേശം. ഇതൊന്ന് വായിക്കട്ടെ. പാർട്ടി നിർദ്ദേശിച്ച പേരുകളല്ലേ. 7-ാം വാർഡ് വന്നപ്പോ തന്നെ എന്റെ പ്രതീക്ഷ പോയി. വാർഡ് 2 ഏലിയാസ്. ഇതാരും സത്യേട്ടനാ? എന്തൊക്കെയുണ്ട് ചാന്ദിനി? എന്താണ് വഴി തെറ്റിയൊന്നാണോ ചേട്ടാ? വഴി തെറ്റിയിട്ടൊന്നുമില്ല, വഴിയൊക്കെ കറക്റ്റ് വഴി തന്നെയാ. ഇവിടേക്ക് തന്നെ വന്നതാണ്. അല്ല ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ നീയും മന്മഥനും ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന കാര്യമില്ലല്ലോ. ഇങ്ങനെ പിണങ്ങിയിട്ട് എത്ര കാലം കഴിയും? ഇങ്ങേരുടെ കാര്യം പറയാണെങ്കിൽ നിങ്ങൾ വരണ്ടായിരുന്നു. അല്ല അതല്ല മന്മഥനും നിങ്ങളൊക്കെ ആകുമ്പോ നമുക്കതിൽ ഇടപെടാതിരിക്കാനും പറ്റില്ലല്ലോ. ഞങ്ങള് മന്മന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചിരുന്നു. അപ്പൊ ഒരു കാര്യമില്ലാതെ നിങ്ങൾ പിണങ്ങി പോന്നേന്ന് പറഞ്ഞത്. ഒരു കാര്യമില്ലാതെ എന്നെയും കുട്ടികളെയും നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം അങ്ങേർക്കില്ല. അങ്ങേര് ഈ പൊതുപ്രവർത്തനം പാർട്ടിയായിട്ടായി നടക്കലും മൊത്തം. ഞങ്ങളുടെ കാര്യം നോക്കാത്തൊരു മനുഷ്യനോട് ഞാൻ ഇതിനാ കഴിക്കണത്. അല്ല അതൊരു മോശപ്പെട്ട പരിപാടിയൊന്നും അല്ലല്ലോ. എന്റെ സത്യേട്ടാ, നമ്മൾ തമ്മിൽ നല്ല രീതിയിൽ തന്നെയല്ലേ ഇതുവരെ പോയിട്ടുള്ളൂ. നല്ല രീതിയിൽ ഇരുന്നെടുത്ത് സത്യേട്ടന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് ഈ ഒരു കാര്യം പറയാൻ വന്നത് തന്നെ തെറ്റ്. വന്ന സ്ഥിതിക്ക് ഞാൻ പറയണേ, ഇനി ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ആരും എന്റെ അടുത്ത് വരണ്ട. അങ്ങനെയല്ല ചാന്ദിനി, അവനെ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റിയ ആളല്ല. നിങ്ങൾ വിടണ്ട, ഞാൻ വിട്ട് ഇനി അങ്ങേരുടെ കൂടെ ജീവിക്കാൻ ഞാനും എന്റെ മക്കളും അങ്ങോട്ട് വരുന്നില്ല. ഞാൻ എന്തായാലും തീരുമാനം എടുത്തിട്ട് തന്നെ ഇവിടെ നിൽക്കണത്. ഇനി ഡിവോഴ്സ് അല്ലാതെ വേറെ ഒരു പരിഹാരം ഇതിനില്ല. അല്ല ഒരവസരവും കൂടി ഇനി അവസരമൊന്നും ഇല്ല. ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ പോകും. അച്ഛനൊന്ന് വിളിക്കുന്നു. അച്ഛനല്ലല്ലോ അങ്ങേരുടെ കൂടെ കഴിയേണ്ടത്, ഞാനല്ലേ. ഞാനും എന്റെ മക്കളല്ലേ കഴിയേണ്ടത്. ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ നമ്മളൊന്നുകൂടി സംസാരിക്കാന്ന് വിചാരിച്ചു. മതി. ശരി എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇല്ല കേറാനില്ല, പോട്ടെ. അതിന് വിളിച്ചില്ല. എന്നാ ശരി. സംസാരിച്ചിട്ട് കാര്യമില്ല. ഇല്ല ഒരാള് പഞ്ചായത്തിൽ നിന്ന് പോയി. ഇപ്പൊ ആർക്കാണ് പ്രശ്നം? ഇതൊക്കെ സംസാരിച്ചതല്ലേ? എടാ ഇതൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതല്ലേ. പിന്നെന്താണ്? ഇനി പല ആളുകളും പലതും പറയും. അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. 20 സീറ്റിലേക്കുള്ള ആളുകളെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ പോയാൽ മതി. പിന്നെ അതിന്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കുന്നത് എന്തിനാണ്? അതെ, ഞാൻ ഒരു കാര്യം പറയാം. ബാക്കിയുള്ള പാർട്ടിക്ക് അവരൊക്കെ ഉണ്ടല്ലോ, പോസ്റ്ററെടുത്തും ചുമരെടുത്തും പരിപാടികൾ തുടങ്ങാൻ പോവാണ്. ഇപ്പോഴും നമ്മുടെ ഇതിനകത്തുള്ള കുത്തിത്തിരിപ്പ് തീർന്നിട്ടില്ല. ഇനി വേറെ ഇതിനകത്ത് വർത്തമാനം വേണ്ടാന്ന്. പിന്നെ പാർട്ടിയിലുള്ള ആളുകളെ മുഴുവൻ നമുക്ക് മത്സരിപ്പിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. നമ്മൾ ഫിക്സ് ചെയ്ത് അതേപോലെ കാര്യങ്ങൾ പോകും. ഓക്കെ, ശരി. ഇതുവരെ ചർച്ച തീർന്നിട്ടില്ലേ? പറഞ്ഞ് സംസാരിച്ച് തീർന്നതാണെന്ന്. പിന്നെന്താ? പിന്നെയും വേറെ ഏതോ ദിവാകരേട്ടനോ അയാൾ എന്തോ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന്, വേറെ ആരൊക്കെ മത്സരിപ്പിക്കണമെന്നും പറഞ്ഞിട്ട്. ഒരു കണക്കിന് തീർന്നു കിട്ടി. എന്ത് തലവേദനയാണ് ഇതെന്ന് അറിയാവോ? എന്തായാലും സത്യേന്റെ കാര്യം തീരുമാനമായല്ലോ. എന്റെ കാര്യം ഇപ്പൊ തീരുമാനിക്കാനൊന്നുമില്ലല്ലോ. അത് 6 കിടക്കല്ലേ. എവിടെ? 6 നിക്കല്ലേ. അങ്ങനെ 6 നിക്ക. 6 ഞാനല്ലേ. അങ്ങനെ നീയാവണ നീ? ഞാനല്ലേ ഇപ്പോഴത്തെ മെമ്പർ. ഇപ്പത് വനിതാ സംവരണല്ല, ഇപ്പൊ ജനറലാണ്. ആയിക്കോട്ടെ, ജനറൽ എന്താ ഞാൻ നിന്നാന്താ കുഴപ്പം? നീ തമാശ പറഞ്ഞു. കഴിഞ്ഞ തവണ ഞാൻ നല്ല ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്. എന്നോടുള്ള ആളുകളുടെ ഒരു ഇതുകൊണ്ടാണ്. അതൊന്നുമല്ല, എന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടം. ഇപ്രാവശ്യം എന്തായാലും നീ നിൽക്കണ്ട. ഞാൻ നിൽക്കും. നീ നിന്നാ പിന്നെ എനിക്ക് സീറ്റില്ലല്ലോ. അത് കൊള്ളാലോ. സത്യേട്ടന് വേറെ എത്രയോ ആട് കിടക്കണു. മാത്രല്ല ഞാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് ആണ്. ആയിക്കോട്ടെ, ഞാൻ പ്രസിഡന്റ് ആയ എന്താ കൊള്ളില്ലേ? ഞാൻ പ്രസിഡന്റ് ആവും.
എന്തെന്നാണ് ഈ പറയണത്? ഞാൻ ആദ്യമായിട്ട് നിന്ന് ജയിച്ചാന്ന് പറഞ്ഞ സത്യേട്ടൻ എന്നെ ഒരു കാര്യത്തിന് സമ്മതിച്ചിട്ടില്ല. എന്തിനിറങ്ങുമ്പോഴും നിനക്കൊന്നും അറിയില്ല, ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞ എല്ലാത്തിലും കയറി അങ്ങ് ഇടപെട്ടു. അതിന് നീ കഴിഞ്ഞ പ്രാവശ്യം നിൽക്കുന്നതിന് മുമ്പ് നിനക്ക് രാഷ്ട്രീയത്തെ പറ്റി എന്തറിയായിരുന്നു? അത് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. നീ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം. പിന്നെന്താ കുഴപ്പം? മണ്ടു, നീ നിന്നാ ശരിയാവൂല. ഇനി ഞാൻ നിന്നാലേ ശരിയാവുള്ളൂ. നീ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ? അയ്യോ, ചിരിക്കൊന്നും വേണ്ട, ഞാനാ നിക്കാൻ പോണേ. സത്യേന വേറെ വാടിപ്പോയി നിന്ന്. വേറെ പാടില്ല. വാടില്ലെങ്കിൽ നിക്കണ്ട. അപ്പൊ എല്ലാതിനും ചർച്ച കംപ്ലീറ്റ് കഴിഞ്ഞെന്ന്. അപ്പൊ എന്നോട് ചോദിക്കാതെ ചർച്ച ചെയ്യാൻ നിന്നോടെന്താ ഇത്ര ചോദിക്കാനുള്ളത്? ഞാനില്ലേ ഇവിടെ? ഞാനല്ലേ ഇവിടുത്തെ മെമ്പർ. അതുകൊണ്ട് എന്റെ അനുവാദം ഇല്ലാതെ എന്നെ മാറ്റാൻ ആര് പറഞ്ഞു? ഇവിടെ പാർട്ടിയുടെ ആളാരാണ്? ഞാനല്ലേ. ഞാൻ പിന്നെ നീ എന്റെ ഭാര്യയല്ലേ? ആ ഭാര്യ ഭർത്താവ് എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയത്തിന് പുറത്ത്, അത് വേറെ, അത് കുടുംബം. ഇതല്ല പൊതുപ്രവർത്തന. അപ്പൊ ഞാൻ ചെയ്തൊക്കെ എന്താ വെള്ളത്തിൽ കഴിച്ച വരെയോ? അപ്പൊ ഞാനിനി ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് എന്ത് പറയും? ആളുകളുടെ അടുത്ത് പോയി പറയണം. എന്ത് പറയുന്നു അത് പറ. ഇപ്പൊ ഉള്ള മെമ്പർ വളരെ നല്ലതാണെന്നാണ് അവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം. അതുകൊണ്ട് അവള് തന്നെ മതി എന്നങ്ങോട്ട് പറയാ. അങ്ങനെ ഇല്ല എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. നാട്ടുകാർ